ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബീഫ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് നാടൻ രീതിയിലാണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല തനി നാടൻ രീതിയിലാണ് ഞാൻ ഈ ഒരു ബീഫ് കറി റെഡിയാക്കിയിട്ടുള്ളത്. ഈ ഒരു ബീഫ് കറി എന്ന് പറയുന്നത് ഏത് പലഹാരത്തിൻ്റെ കൂടെയും ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിതിന് വേണ്ടിയിട്ട് മുളക് പൊടിയല്ല കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 10 കാശ്മീരി ചില്ലി, 5-6 ഉണ്ടമുളക്, അതുപോലെ തന്നെ ഒരു പിടി മല്ലി ചേർത്തിട്ട് നല്ലോണം ആദ്യം ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ ഒരു കറിക്ക് മുളക് പൊടി ചേർക്കണ്ട കേട്ടോ, ഇതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്ന സമയം വരെ ചെറുത് തീയിലിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുത്തിട്ട് ഇത് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഞാനിപ്പോൾ 1 കിലോ ബീഫ് വെച്ചിട്ടാണ് ഈ ഒരു കറി റെഡിയാക്കുന്നുള്ളത്. അത് ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി അരിപ്പയിലിട്ട് വെച്ചതാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പെരുംജീരകം പൗഡർ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം. അത് നല്ല ടേസ്റ്റാണ് ബീഫ് കറിക്ക്. പെരുംജീരകം കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് പൊടിച്ച് വെച്ചാൽ നമുക്ക് ഇതുപോലുള്ള കറിക്കൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കറിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 സവാള ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 2 തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു സവാളയും അതുപോലെ തന്നെ മീഡിയം സൈസിലുള്ള 2 തക്കാളിയും 2 പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്ന പരുവത്തിൽ മിക്സ് ചെയ്തിട്ട് കുക്കറിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു പാത്രം ചൂടാവുന്ന സമയത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല പശുവിൻ നെയ്യ് ആയാലും മതി. ഇപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ചെറിയ സവാള ചേർത്തിട്ട് നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 അല്ലി കറിവേപ്പിലയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് നല്ല ബ്രൗൺ കളറാവുന്ന സമയത്ത് 1 ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റ് ചെയ്തതും 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തതും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മരിഞ്ഞ് വരുന്ന സമയം വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയെല്ലാം നല്ലോണം മരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നേരത്തെ വറുത്ത് വെച്ച മുളക് മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചതാണ്. അപ്പോൾ നമ്മളിതിലേക്ക് മുളക് ചേർക്കുന്ന സമയത്ത് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. അരച്ചതും ഫുള്ളായിട്ട് ചേർക്കണമെന്നില്ല. നിങ്ങളുടെ എരിവിനും നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ മുളകൊന്ന് തിള വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർത്തിട്ട് വലിയ തീയിലിട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ബീഫിലൊക്കെ മുളക് നല്ലോണം പരണ്ടിരിക്കുന്ന പാകത്തിന് ആവാൻ വേണ്ടിയിട്ടാണ് ഇത്. ഈ ഒരു സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ, ഉപ്പ് ആവശ്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ. അപ്പോൾ ബീഫ് നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു പിടി തേങ്ങ ചേർക്കുന്നു കേട്ടോ. തേങ്ങ ചേർക്കുമ്പോൾ നല്ല രുചിയാണ് ബീഫ് കറിക്ക്. നിങ്ങൾക്ക് തേങ്ങ വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കുറച്ചുകൂടി വറ്റിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് നല്ലൊരു പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ കൂടാതെ നോക്കുക, അത്യാവശ്യം ചെറുതായിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നല്ല ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല തനിനാടൻ രീതിയിലുള്ള ബീഫ് കറിയാണ് ഇത്. മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി ഇതുപോലെ തിളപ്പിച്ചെടുത്താൽ ബീഫിലൊക്കെ നല്ലോണം മുളക് പിടിച്ചോളും. ഇനി നമുക്ക് കുറച്ച് മല്ലിയില തൂകിയിട്ട് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ എടുത്തിട്ടുള്ളത് പൊരിച്ച പത്തിരിയാണ്. അപ്പോൾ പൊരിച്ച പത്തിരി പച്ചരി അരച്ചിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരയ്ക്കും. ബൈ. താങ്ക് യു.